മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ കത്തെഴുതി സർവകക്ഷി യോഗം വിളിക്കണമെന്നും ആവശ്യമുണ്ട്. വിഷ്ണുപ്രസാദാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, മണ്ഡല പുനർനിർണയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. ഈ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തണം എന്നടക്കം എന്തൊക്കെ ആവശ്യങ്ങളാണ് AICC മുന്നോട്ട് വയ്ക്കുന്നത്? രതീഷ്, 20-ാം തീയതി മുതൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരിക്കൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട മണ്ഡല പുനർനിർണയ ബില്ല് വീണ്ടും കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പ്രതിപക്ഷ നിരയിലെ പാർട്ടികളിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് തന്നെ ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുമുള്ള അംഗസംഖ്യയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായും NDAയിലേക്ക് കൂടുതൽ അംഗങ്ങളുടെ പിന്തുണയെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ, ഇന്ന് ചേർന്ന കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ഗ്രൂപ്പ് മീറ്റിംഗിൽ ഉൾപ്പെടെ കണക്കുകൂട്ടൽ BJPക്കും NDAയ്ക്കും ഇപ്പോഴും പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തണം. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കണം പാർലമെന്റ് ആരംഭിക്കുന്നതിന് മുൻപ് എന്ന് തന്നെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പ്രതിപക്ഷ പാർട്ടി നിരയിലുള്ള പാർട്ടികളെല്ലാം തന്നെ ഒന്നിച്ചു നിർത്തി ഈ മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിരോധിക്കാനും അതോടൊപ്പം അയോധ്യ രാമക്ഷേത്ര കൊള്ളയും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ചയാക്കാനുമാണ് എന്തായാലും കോൺഗ്രസിന്റെ സ്ട്രാറ്റജി ഗ്രൂപ്പ് മീറ്റിംഗ് ഇന്ന് ചേർന്നപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മുന്നണി വിട്ടുപോയ DMK ഉൾപ്പെടെ തിരികെ കൊണ്ടുവരാനും കോൺഗ്രസ് ശ്രമങ്ങൾ ആരംഭിക്കുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി തന്നെ പാർലമെന്റിൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ എതിർക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ മണ്ഡല പുനർനിർണയ ബില്ല് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി BJPയുടെ ഭാഗത്തു നിന്ന് NDAയുടെ ഭാഗത്തു നിന്ന് തീവ്ര ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. DMKയെ സമീപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. കൂടാതെ തൃണമൂൽ കോൺഗ്രസിലൊരു വിഭാഗം നേതാക്കളെ തങ്ങൾക്കൊപ്പം നിർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ശിവസേനയിലും സമാനമായ രീതിയിൽ 6 MLA-മാരെ കൂടി ഇപ്പുറത്തേക്ക് ചാടിക്കാനും അതേ രീതിയിൽ പിളർപ്പുണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. NCP ഇപ്പോൾ ലയനത്തിലേക്ക് പോവുകയാണ്. NCPയുടെ ലയനം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകളിൽ ഒരു തീരുമാനമാവുകയാണെങ്കിൽ NCPയും ഒരുപക്ഷെ തങ്ങളെ പിന്തുണച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് എന്തായാലും BJPക്കുള്ളത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി NDAയുടെ സുപ്രധാന യോഗം നാളെ ചേരുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആ യോഗത്തിന് അധ്യക്ഷതയും വഹിക്കുന്നത്. എന്തായാലും 20-ാം തീയതി പാർലമെന്റ് ചേരുന്നതിന് മുൻപായി തന്നെ ഇക്കാര്യത്തിൽ, അതായത് പാർലമെന്റിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളിലെല്ലാം തന്നെ പരമാവധി പിന്തുണ ഉറപ്പാക്കുകയാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾ ഇപ്പോൾ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഏതായാലും സമ്മേളനത്തിന് മുമ്പ്, പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഇരുപക്ഷത്തും ഭരണ പ്രതിപക്ഷത്ത് നടക്കുകയാണ്. അതിനിടെയാണ് മണ്ഡല പുനർനിർണയ ബില്ലിൽ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്താം എന്ന ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്.